Fourier integrals. F of x എന്ന് പറയുന്ന ഫംഗ്ഷൻ മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റിയിൽ ഡിഫൈൻഡ് ആണെന്ന് കരുതുക. കൂടാതെ ഇതൊരു ഇന്റഗ്രബിൾ ആയ ഫംഗ്ഷൻ ആണെന്നും കരുതുക. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഫോറിയർ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity a of w into cos xw plus b of w into sin xw into dw. f of x എന്ന് പറയുന്ന ഹോൾ റിയൽ ലൈനിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ, അതിന്റെ ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഒരു സൈൻ ഇന്റഗ്രലും ഒരു കൊസൈൻ ഇന്റഗ്രലുമായിട്ട്, അല്ലെങ്കിൽ ഒരു സൈൻ ഇന്റഗ്രലിന്റെയും ഒരു കൊസൈൻ ഇന്റഗ്രലിന്റെയും സമ്മായിട്ടാണ് ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് രണ്ട് ഇന്റഗ്രലായിട്ട് വേണമെങ്കിൽ എഴുതാമല്ലോ. ഇന്റഗ്രൽ 0 to infinity a of w into cos xw dw plus integral 0 to infinity b of w sin xw into dw. ഒരു കൊസൈൻ ഇന്റഗ്രൽ ഉണ്ട്, ഒരു സൈൻ ഇന്റഗ്രൽ ഉണ്ട്. ഇവരുടെ സമ്മായിട്ടാണ് നമ്മൾ ഈ എഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇന്റഗ്രലിന്റെ ലിമിറ്റ് ശ്രദ്ധിക്കുക, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നല്ല, 0 to infinity എന്നാണ്. ഇവിടെ എ ഓഫ് ഡബ്ല്യു ബി ഓഫ് ഡബ്ല്യു എന്ന് പറയുന്നത് ഡബ്ല്യു എന്ന് പറയുന്ന വേരിയബിളിന്റെ ഫംഗ്ഷൻസ് ആണ്. എ ഓഫ് ഡബ്ല്യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഡബ്ല്യു ആണ്. ഡബ്ല്യു എന്ന് പറയുന്ന ഒരു ഡമ്മി വേരിയബിൾ ആണ്, ഇന്റഗ്രേഷന്റെ വേരിയബിൾ ആണ്. നമ്മൾ ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ഡബ്ല്യുവിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആൻസർ വിത്ത് റെസ്പെക്ട് ടു ഡബ്ല്യുവിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഡബ്ല്യുവിന് അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റിയും ലോവർ ലിമിറ്റ് 0യും അപ്ലൈ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആൻസർ എക്സിലായിരിക്കും. കാരണം എക്സ് എന്നൊരു വേരിയബിളിൽ നിൽപ്പുണ്ടല്ലോ. അപ്പോൾ ഇതിന്റെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എക്സിലാണ്. സോ ആൻസർ എന്ന് പറയുന്നത് എക്സിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. അത് നമ്മുടെ ഈ എഫ് ഓഫ് എക്സ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എ ഓഫ് ഡബ്ല്യു ബി ഓഫ് ഡബ്ല്യു എന്ന് പറയുന്നത് ഫംഗ്ഷൻസ് ഓഫ് ഡബ്ല്യു ആണ്. അപ്പൊ അത് കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല എന്ന് പറയുന്നത് എ ഓഫ് ഡബ്ല്യു കാണുന്നതിനുള്ള ഫോർമുല 1/π ഇൻറ്റു ഇന്റഗ്രൽ, ഈ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണെന്ന കാര്യം ശ്രദ്ധിക്കുക. 1/π ഇൻറ്റു എഫ് ഡിഫൈൻ ചെയ്തേക്കുന്നത് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റിയിലല്ലേ. അപ്പോൾ എ ഓഫ് ഡബ്ല്യു കാണുന്നത് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റിയിൽ എഫിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ്, എഫുമായി ബന്ധപ്പെട്ട ഇന്റഗ്രലാണ്. 1/π ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഈ എ ഓഫ് ഡബ്ല്യുവിന്റെ കൂടെ നിൽക്കുന്നത് കോസ് എക്സ് ഡബ്ല്യു അല്ലേ. കോസ് എക്സ് ഡബ്ല്യു ഡി എക്സ്, ഡി ഡബ്ല്യു അല്ല ഡി എക്സ്, വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. 1/π ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എക്സ് ഡബ്ല്യു ഇൻറ്റു ഡി എക്സ്. അപ്പൊ ഇതിന്റെ ആൻസർ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എക്സ് ഉണ്ടാവില്ല, ഡബ്ല്യു മാത്രമേ ഇതിന്റെ ആൻസറിൽ ഉണ്ടാവൂ. ഡബ്ല്യുവിന്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും, അതാണ് എ ഓഫ് ഡബ്ല്യു. സിമിലർലി ബി ഓഫ് ഡബ്ല്യു എന്ന് പറയുന്നത് ഇതിനകത്തിലെ സൈൻ എക്സ് ഡബ്ല്യുവിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നതാണ്. അത് ആ ബി ഓഫ് ഡബ്ല്യു എന്ന് പറയുന്ന ഫംഗ്ഷൻ സിമിലർലി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 1/π ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡബ്ല്യു അല്ലെങ്കിൽ ഡബ്ല്യു എക്സ് എന്ന് എഴുതാം, സൈൻ ഡബ്ല്യു എക്സ് ഇൻറ്റു ഡി എക്സ്. ഈ എ ഓഫ് ഡബ്ല്യുവും ബി ഓഫ് ഡബ്ല്യുവും കണ്ടുപിടിച്ച് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എഫ് എക്സിന്റെ ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ കിട്ടും, ഫോറിയർ സീരീസ് പോലെ. നമ്മൾ ഫോറിയർ സീരീസിൽ സമ്മേഷൻ രണ്ട് സമ്മായിട്ടാണ് രണ്ട് സീരീസ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സമ്മേഷൻ എ എൻ കോസ് എൻ എക്സ് എന്നും അല്ലെങ്കിൽ കോസ് എൻ പൈ ബൈ എൽ എക്സ് ജനറൽ ആയിട്ടും, പ്ലസ് സമ്മേഷൻ ബി എൻ സൈൻ എൻ പൈ ബൈ എൽ എക്സ്, അല്ലെങ്കിൽ എൽ പൈ ആകുന്ന സമയത്ത് സൈൻ എൻ എക്സ് എന്ന് എഴുതും അല്ലെ. കോസ് എൻ എക്സും സൈൻ എൻ എക്സും. ആ കോസ് എൻ എക്സിന് പകരം ഇവിടെ നമുക്ക് വരുന്നത് കോസ് ഡബ്ല്യു എക്സ് എന്നും സൈൻ ഡബ്ല്യു എക്സ് എന്നാ സൈൻ എൻ എക്സിന് പകരം വരുന്നത്. എ എന്നിന് പകരം എ ഓഫ് ഡബ്ല്യു, ബി എന്നിന് പകരം ബി ഓഫ് ഡബ്ല്യു, സമ്മേഷന് പകരം ഇന്റഗ്രേഷൻ. ഇപ്പോൾ ഫോറിയർ സീരീസ് പോലെയാണ് ഫോറിയർ ഇന്റഗ്രലും, ഒരു ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇത്രയും അറിഞ്ഞാൽ മതി നമുക്ക് ഫോറിയർ സീരീസ് ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ കണ്ടുപിടിക്കാൻ. ഈ ഫോർമുലകൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ ഫോറിയർ ഇന്റഗ്രൽ representation of the function f of x is equal to 1
if mod x less than 1 and 0 if mod x greater than 1. ഫോറിയർ സീരീസിന്റെയും ക്വസ്റ്റ്യൻ ഇതുപോലാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം. ഫോറിയർ ഇന്റഗ്രൽ ആണോ ഫോറിയർ സീരീസ് ആണോ ചോദിച്ചേക്കുന്നത്. ഇത് ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ആണ്. ഇതിന്റെ കൂടെ ഡെഡ്യൂസ് ദാറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ ഫോറിയർ സീരീസിൽ ഇതുപോലെ ഡിഡക്ഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അവിടെ സീരീസുകൾ ഏതെങ്കിലും ഒരു ന്യൂമറിക്കൽ സീരീസ് ഡിറൈവ് ചെയ്യാനാണ്. അതുപോലെ ഇവിടെ ഒരു ന്യൂമറിക്കൽ ഇന്റഗ്രൽ ആണ്. ന്യൂമറിക്കൽ വാല്യൂ വരുന്ന ഒരു ഇന്റഗ്രൽ ഡിറൈവ് ചെയ്യാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഡെഡ്യൂസ് ദാറ്റ് ഇന്റഗ്രൽ 0 to infinity sin w by w dw is equal to pi by 2. അപ്പോൾ നമ്മൾ ഇതിന്റെ ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ കണ്ടുപിടിച്ചിട്ട് അതിൽ എക്സിന് ഒരു സ്യൂട്ടബിൾ ആയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും ഫോറിയർ സീരീസിലെ പോലെ. പിന്നെ പോയിന്റ് ഓഫ് കണ്ടിന്യൂറ്റി ആണോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആണോ നമ്മൾ ഫോറിയർ സീരീസിലെ പോലെ നോക്കണം. കണ്ടിന്യൂറ്റി പോയിന്റ് ആണെങ്കിൽ വെറുതെ ആ പോയിന്റ് എക്സിന് ഇരുവശത്തേക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ് ആണെങ്കിൽ ആ പോയിന്റിലെ ലെഫ്റ്റ് ലിമിറ്റിന്റെയും റൈറ്റ് ലിമിറ്റിന്റെയും ആവറേജ് ആണ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ആയിട്ട് എക്സിനെ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്നത്. ഇതൊക്കെ ഫോറിയർ സീരീസിലെ പോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽസ് 1 ഇഫ് മോഡ് എക്സ് ലെസ് ദാൻ 1 ആൻഡ് 0 ഇഫ് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽസ് എഫ് ഓഫ് എക്സ് ഈക്വൽസ് 1. എളുപ്പമുണ്ട്. അപ്പം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇന്റഗ്രേഷൻ ഒക്കെ എളുപ്പമുണ്ട്. 1 ഇഫ് മോഡ് എക്സ് ലെസ് ദാൻ 1. മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 അല്ലേ? -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്നാണ് എൻ്റെ അർത്ഥം. ആൻഡ് 0 ഇഫ് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് വെച്ചാൽ ലൈനിൽ -1ന് പുറകോട്ടുള്ള ഭാഗത്തും +1ന് മുന്നോട്ടുള്ള ഭാഗത്തും ഇവിടെ രണ്ടിടത്തും ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. -1നും 1നും ഇടയ്ക്ക് ഫംഗ്ഷന്റെ വാല്യൂ -1നും 1നും ഇടയ്ക്ക് ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇതിന്റെ ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ആണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? a of w, b of w എന്നിവ കണ്ടുപിടിക്കണം. a of w is equal to formula 1/pi into integral -infinity to infinity f of x into f of x എന്ന് എഴുതുമ്പോഴേ ശ്രദ്ധിച്ചോണം വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഇന്റഗ്രേഷൻ. f of x into cos wx. x വേരിയബിൾ ആയതുകൊണ്ട് നമുക്ക് w നെ കോൺസ്റ്റന്റ് ആയിട്ട് സങ്കല്പിക്കാം. അപ്പം wx xw എന്ന് എഴുതുന്നതിനേക്കാൾ നല്ലത് wx എന്ന് എഴുതുന്നതാണ്. എങ്ങനെ എഴുതിയാലും മതി. പക്ഷേ എപ്പോഴും നമ്മൾ എക്സിനെ വേരിയബിൾ ആയിട്ട് കാണുമ്പോൾ cos 2 x cos 3 x cos 5 x അങ്ങനെയല്ലേ എഴുതുന്നത്. അപ്പോൾ അതുപോലെ cos wx എന്ന് എഴുതുന്നതാണ് നല്ലത്. ഇൻറ്റു dx ഇസ് ഈക്വൽ ടു ഇതിലേക്ക് നമുക്ക് വില ഇട്ട് കൊടുക്കാം. വില കൊടുക്കുമ്പോൾ ഇന്റഗ്രൽ ആവശ്യാനുസരണം സ്പ്ലിറ്റ് ചെയ്യുക. -infinity ഇൻഫിനിറ്റിയിൽ നമ്മൾ പറഞ്ഞല്ലോ വാല്യൂ എന്ന് പറയുന്നത് -1 to 1 ആണ്. 1നേക്കാൾ ഗ്രേറ്റർ ആകുമ്പോൾ 0 ആണ്. -1നേക്കാൾ ലെസ് ആകുമ്പോഴും 0 ആയി. അപ്പോൾ ഇത് 3 ഇന്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. -infinity to -1 പക്ഷേ അവിടെ 0 ആയതുകൊണ്ട് നമുക്കത് കളയാം. പിന്നെ -1 to 1 അവിടെ ഫംഗ്ഷൻ 1 എന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ 1 to infinity 1 to infinity ഫംഗ്ഷൻ 0 ആണ്. അപ്പോൾ അത് ഒഴിവാക്കാം. അപ്പോൾ ശരിക്കും നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഈ -1 to 1 എന്ന് പറയുന്ന ഭാഗത്ത് മതി ഇന്റഗ്രേഷൻ. സോ ദിസ് ഈസ് ഇന്റഗ്രൽ -1 to 1. ആ സമയത്ത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 1 ആണ്. 1 ഇൻറ്റു കോസ് wx dx ഈക്വൽസ് 1/pi ഇൻറ്റു ഇന്റഗ്രൽ -1 to 1 ഇൻറ്റു കോസ് wx എന്ന് വെച്ചാൽ കോസ് wx തന്നെ. സിമ്പിൾ ഇന്റഗ്രേഷനേ ഉള്ളൂ. ഈക്വൽസ് 1/pi ഇൻറ്റു കോസ് axന്റെ ഇന്റഗ്രൽ sin ax by a എന്നല്ലേ. അപ്പോൾ കോസ് wxന്റെ ഇന്റഗ്രൽ sin wx ഡിവൈഡഡ് ബൈ എക്സിന്റെ കോഎഫിഷ്യന്റ് ആയ w ഫ്രം -1 to 1. ഇവിടെ നിങ്ങൾക്ക് ഓഡ് ഈവൻ തിയറി ഒക്കെ വേണേൽ ഉപയോഗിക്കാം കേട്ടോ. ഇത് കോസ് എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ ആണല്ലോ. കോസ് ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഈ -1 to 1 എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് 2 times 0 to 1 എന്ന് എഴുതാം. അങ്ങനെ ആകുമ്പോൾ കുറച്ച് എളുപ്പമുണ്ടല്ലോ. വേണേ അങ്ങനെ എഴുതാം. 1/pi ഇൻറ്റു 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to 1 കോസ് wx. ഡയറക്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഇങ്ങനെ ഈവൻ ഫംഗ്ഷൻ ആണെന്നുള്ളത് അപ്ലൈ ചെയ്ത് അതിന്റെ പ്രോപ്പർട്ടി വെച്ചും ചെയ്യാം. ഇസ് ഈക്വൽ ടു 2/pi ഇൻറ്റു കോസ് wxന്റെ ഇന്റഗ്രൽ sin wx ഡിവൈഡഡ് ബൈ w ഫ്രം 0 to 1. ഈ -1 ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണല്ലോ 0 ഇട്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കേസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഈക്വൽസ് 2/pi ഇൻറ്റു wയുടെ പുറത്തേക്ക് എടുക്കാൻ 2/pi w ഇൻറ്റു
എക്സിനാണ് കൊടുക്കേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഇന്റഗ്രേഷൻ. എക്സിന് 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ സൈൻ ഡബ്ല്യു മൈനസ് എക്സിന് 0 കൊടുക്കുമ്പോൾ സൈൻ 0 എന്നാണ് വരുന്നത്. 0 ഇസ് ഈക്വൽ ടു 2 സൈൻ ഡബ്ല്യു ഡിവൈഡഡ് ബൈ പൈ ഡബ്ല്യു. ഇതാണ് എ ഓഫ് ഡബ്ല്യുവിന്റെ വാല്യൂ. സിമിലർലി നമുക്ക് ബി ഓഫ് ഡബ്ല്യു കാണാം. ബി ഓഫ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഫോർമുല 1/π ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഡബ്ല്യു എക്സ്. അല്ല കോസ് അല്ലല്ലോ, ബി ഓഫ് ഡബ്ല്യു അല്ലേ. സൈൻ ഡബ്ല്യു എക്സ് ഡി എക്സ്. ഇവിടെ നമുക്ക് ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യാം. 1/π ഇൻറ്റു ഇന്റഗ്രൽ -1 to 1 എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 1 എന്നിട്ട് കൊടുക്കാം. അപ്പോൾ 1 ഇൻറ്റു സൈൻ ഡബ്ല്യു എന്നാകും. 1 ഇൻറ്റു സൈൻ ഡബ്ല്യു എക്സ് എന്നാകും. അപ്പോൾ അത് സൈൻ ഡബ്ല്യു എക്സ് ഡി എക്സ്. ഇവിടെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇത് ഓഡ് ഫംഗ്ഷൻ അല്ലേ. ഓഡ് ഫംഗ്ഷന് -1 to 1 -1 to 1 ആണല്ലോ. ലിമിറ്റ് -L to L എന്ന ഫോം ആണല്ലോ. അപ്പോൾ -L to L എന്ന ഫോമിൽ ഓഡ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ 0 ആയിരിക്കും നമുക്കറിയാം. അപ്പോൾ ബി ഓഫ് ഡബ്ല്യു 0 ആണ്. അതല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം. അപ്പോൾ എ ഓഫ് ഡബ്ല്യു കിട്ടി, ബി ഓഫ് ഡബ്ല്യു കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എഴുതാം. ദ ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഈസ് the Fourier integral representation is f of x equals, ആദ്യം ഫോർമുല എഴുതാം, ഇന്റഗ്രൽ 0 to infinity a of w cos, ഇവിടെ നമുക്ക് എക്സ് ഡബ്ല്യു എന്ന് എഴുതാം. കാരണം വിത്ത് റെസ്പെക്ട് ടു ഡബ്ല്യൂയിലെ ഇന്റഗ്രേഷൻ. എ ഓഫ് ഡബ്ല്യു എന്ന് എഴുതുമ്പോൾ തന്നെ വേരിയബിൾ ശ്രദ്ധിക്കുക, ഡബ്ല്യൂയിലാണ് ഫംഗ്ഷൻ. അതുകൊണ്ട് തന്നെ ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡബ്ല്യു ആണ്. ഈ ഫസ്റ്റ് ടൈം എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണോ ഡബ്ല്യു ആണോ എന്നുള്ളത് മനസ്സിലാക്കാം. എ ഓഫ് ഡബ്ല്യു എന്നാണ്, അപ്പോൾ തന്നെ ഓർക്കുക ഡി ഡബ്ല്യു ആണ്. അതുകൊണ്ട് തന്നെ കോസ് എക്സ് ഡബ്ല്യു എന്ന് എഴുതാം. പ്ലസ് ബി ഓഫ് ഡബ്ല്യു ഇൻറ്റു സൈൻ എക്സ് ഡബ്ല്യു ദ ഹോൾ ഇൻറ്റു ഡി എക്സ് ഈക്വൽസ്. ഇതിന്റെ ബി ഓഫ് ഡബ്ല്യു 0 ആയതുകൊണ്ട് നമുക്ക് ഈ രണ്ടാമത്തെ ടൈം കളയാം. ബാക്കി ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എ ഓഫ് ഡബ്ല്യുവിന് വില കൊടുക്കാം. എ ഓഫ് ഡബ്ല്യുവിന്റെ വില 2 സൈൻ ഡബ്ല്യു ബൈ പൈ ഡബ്ല്യു. ഇത് ഡബ്ല്യുവിന്റെ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡബ്ല്യു ആയിരിക്കും എന്നുള്ളത്. ഇത് എ ഓഫ് ഡബ്ല്യുവിന്റെ വാല്യൂ ആണ്. ഇൻറ്റു എന്തുണ്ട് കോസ് എക്സ് ഡബ്ല്യു ഇൻറ്റു ഡി എക്സ് ഡി ഡബ്ല്യു ഈക്വൽസ്. ഇതിനകത്ത് നമുക്ക് ഡബ്ല്യുവിന് ഇൻഡിപെൻഡന്റ് ആയ കാര്യങ്ങൾ പുറത്തേക്ക് എടുക്കാം. ആ 2ഉം പൈയും പുറത്തേക്ക് എടുക്കാം. 2/π ഇൻറ്റു ബാക്കി ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഇൻറ്റു കോസ് എക്സ് ഡബ്ല്യു ഡി ഡബ്ല്യു. ഇതാണ് നമ്മളുടെ എഫ് ഓഫ് എക്സിന്റെ ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ. ഇനി ഇതിലേക്ക് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്ത് വരുന്നു? ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ ഡബ്ല്യു ബൈ ഡബ്ല്യു ഇൻറ്റു ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു π/2 എന്ന് പ്രൂവ് ചെയ്യാനാണ്, ഡെഡ്യൂസ് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുക. ഇപ്പോൾ കിട്ടിയ ആൻസർ ഇതൂടെ കമ്പയർ ചെയ്യുക. ഇതിനകത്ത് ഈ കോസ് എക്സ് ഡബ്ല്യു എന്ന് പറയുന്ന ടൈം അല്ലേ ഇവിടെ ഇല്ലാതായേക്കുന്നത്. അപ്പോൾ കോസ് എക്സ് ഡബ്ല്യു ഇല്ലാതാകണമെങ്കിൽ ഇത് എക്സിന്റെ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് എക്സിനാണ് വില കൊടുക്കേണ്ടത്. എക്സിന് എന്ത് വില കൊടുത്താൽ കോസ് എക്സ് ഡബ്ല്യു 1 ആയി മാറും? അത് ഇല്ലാതാകുന്ന പറഞ്ഞാൽ 1 ആയി മാറണം. കോസ് എക്സ് ഡബ്ല്യു 1 ആയി മാറണം. കോസ് എക്സ് ഡബ്ല്യു 1 ആകണം. അതിന് എക്സിന് എന്ത് കൊടുത്താൽ മതി? എക്സിന് 0 എന്നിട്ട് കൊടുത്താൽ മതി. എക്സിന് 0 എന്ന് കൊടുക്കുമ്പോൾ അത് 1 ആണ്. കോസ് എക്സ് ഡബ്ല്യുവിന്റെ കോസ് 0 1 എന്നാകും. ഈ 0 എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് കണ്ടിന്യൂറ്റിയാണ്. കാരണം -1നും 1നും ഇടയ്ക്കുള്ള പോയിന്റ് ആണ് 0 എന്ന് പറയുന്നത്. -1നും 1നും ഇടയ്ക്കാണ് 0 എന്ന പോയിന്റ്. -1 തൊട്ട് 1 വരെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. പിന്നെ 1 വെച്ച് സ്പ്ലിറ്റ് ആയി പോകുന്നത്, വേറെ ഡിഫറെന്റ് വാല്യൂയിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ -1 1 എന്ന് പറയുന്ന ഇന്റർവെലിനകത്ത് എൻ പോയിന്റിലെ ഡിസ്കണ്ടിന്യൂറ്റി വരത്തുള്ളൂ, സ്പ്ലിറ്റിംഗ് പോയിന്റിലെ ഡിസ്കണ്ടിന്യൂറ്റി വരത്തുള്ളൂ. ഇന്റർവെലിനുള്ളിൽ ഡിസ്കണ്ടിന്യൂറ്റി വരില്ല. കാരണം കണ്ടിന്യൂസ് അവിടെ ഈ പോയിന്റിന്റെ ലെഫ്റ്റിലും 1 ആണ്, റൈറ്റിലും 1 ആണ് വാല്യൂ. 0യിലെ വാല്യൂ 1 ആണ്, 0യുടെ ലെഫ്റ്റ് 1 ആണ്, റൈറ്റിലും 1 ആണ്. അപ്പോൾ അത് കണ്ടിന്യൂറ്റി പോയിന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എക്സിന് 0 എന്നതിലേക്ക്. സിൻസ് x equals 0 is a point of continuity.
since x equals 0 is a point of continuity, f of 0 is equal to 2 by pi into integral 0 to infinity sin w by w into dw. കാരണം ഈ കോസ് എക്സ് ഡബ്ല്യു എന്നുള്ള എത്രയായി പോകും, എക്സിന് 0 കൊടുക്കുമ്പോൾ 1 ആയി പോകും. അതിന്റെ വാല്യൂ 1 ആയിട്ട് മാറും ഇവിടെ, അത് 1 ആയി പോകും. ഇനി എഫ് ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ 1 ആണ്. -1നും 1നും ഇടയ്ക്ക് ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. ഇവിടെ 1 എന്ന് കൊടുക്കാം. 1 ഈസ് ഈക്വൽ ടു 2 by pi into integral 0 to infinity sin w by w into dw. അപ്പോൾ നമുക്ക് ഈ ഇന്റഗ്രലിന്റെ വാല്യൂ കിട്ടാൻ ഇത് ഇപ്പുറത്തേക്ക് ഡിവൈഡ് ചെയ്യാം, അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 into pi by 2 ഈക്വൽസ് integral 0 to infinity sin w by w dw. Therefore, integral 0 to infinity sin w by w into dw is equal to pi by 2. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഫോർമുലകളായിട്ട് വേണമെങ്കിൽ പിന്നീട് യൂസ് ചെയ്യാം എവിടെയെങ്കിലും ആവശ്യം വന്നാൽ. അത് കാണാതെ അറിഞ്ഞിരിക്കുക, ഇതൊരു സ്റ്റാൻഡേർഡ് ഇന്റഗ്രൽ ആണ്. ഇന്റഗ്രൽ 0 to infinity sin w by w into dw is equal to pi by 2. ഇവിടെ w എന്ന് പറഞ്ഞാൽ ഡമ്മി വേരിയബിൾ ആണ്, ഇന്റഗ്രേഷന്റെ വേരിയബിൾ ആണ്, ഏത് വേരിയബിൾ ഇട്ടും വായിക്കാം. ഇന്റഗ്രൽ 0 to infinity sin തീറ്റ by തീറ്റ into d തീറ്റ is equal to pi by 2 എന്ന വിലയായിട്ട് പഠിക്കാം. അല്ലെങ്കിൽ sin x by x, x എന്നിട്ട് വേണേലും വായിക്കാം. ഇന്റഗ്രൽ 0 to infinity sin x by x into dx is equal to pi by 2. ഏത് വേരിയബിൾ ഇട്ട് അത് ഫോർമുലയായിട്ട് വായിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം. സിമ്പിൾ പ്രോബ്ലം ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിന്ന് അറിയേണ്ട ഒരു കാര്യമുണ്ട്, വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം നമ്മൾ പ്രൂവ് ചെയ്തല്ലോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 by pi into integral 0 to infinity sin w by w into cos x w dw. ഇതാണല്ലോ ജനറൽ ഫോർമുല. അപ്പൊ ഇതിൽ നമുക്ക് തിരിച്ച് ഈ ഇന്റഗ്രലിന് ഒരു വാല്യൂ പറയാമല്ലോ, തിരിച്ച് ഈ പൈ ബൈ 2 by pi പുറത്തേക്ക് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. therefore ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ വരാം, അങ്ങനെയൊക്കെ അറിഞ്ഞിരിക്കുക കേട്ടോ. ഈ ഇന്റഗ്രൽ പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്യാൻ പോകുന്ന റിസൾട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. therefore ഇന്റഗ്രൽ അല്ലെങ്കിൽ വാല്യൂ ഇട്ട് കൊടുക്കാൻ ലെഫ്റ്റിലേക്ക് എഫ് പൈ ബൈ 2 ഇപ്പുറത്തേക്ക് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇൻറ്റു പൈ ബൈ 2ന്റെ റെസിപ്രോക്കൽ 2 by pi യുടെ റെസിപ്രോക്കൽ പൈ ബൈ 2 ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity sin w by w into cos x w dw. തിരിച്ചെഴുതിയാൽ ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to infinity sin w by w into cos x w dw is equal to pi by 2 f of x. ഇതിൽ f of x നമുക്ക് അറിയാമല്ലോ, തന്നിട്ടുണ്ടല്ലോ. pi by 2 into f of x സ്പ്ലിറ്റ് ചെയ്താ ഡിഫൈൻ ചെയ്തേക്കുന്നത്. f of x ന്റെ ഡെഫിനിഷൻ 1 if mod x less than 1 and 0 if mod x greater than 1. mod x equals 1 അതെന്തുവാന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ അതിലേക്ക് കൊടുക്കും. ഇതിനെ എഫ് എഫ് എക്സിനെ പൈ ബൈ 2 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ വാല്യൂസിലേക്ക് പൈ ബൈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും, പൈ ബൈ 2 ഇൻറ്റു എഫ് ഓഫ് എക്സ്. ആ പ്രോഡക്റ്റ് എടുക്കുമ്പം ഇങ്ങനെ കിട്ടും. ഇവിടെ പൈ ബൈ 2 ഇൻറ്റു 1 എന്ന് വരും. പൈ ബൈ 2 ഇൻറ്റു 1 പൈ ബൈ 2 എപ്പോഴാ ഇഫ് മോഡ് എക്സ് ലെസ് ദാൻ 1. ഇവിടെ പൈ ബൈ 2 ഇൻറ്റു 0 എന്ന് വരും. പൈ ബൈ 2 ഇൻറ്റു 0 0 ആണ്. 0 ഇഫ് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1. ഇനി നമുക്ക് ഈ മോഡ് എക്സ് ഈക്വൽസ് 1ലെ വാല്യൂം കൂടെ വേണമെങ്കിൽ അതുകൂടെ ചേർത്ത് നമുക്ക് വേണേൽ ഇത് കംപ്ലീറ്റ് ചെയ്യാം. മോഡ് എക്സ് 1ലെ വാല്യൂ കിട്ടാൻ നമ്മൾ ആ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റുകളുടെ ആവറേജ് എടുത്താൽ മതി. -1 1. മോഡ് എക്സ് ഈക്വൽസ് 1 ആവുക എന്ന് പറഞ്ഞാൽ 2 പോയിന്റ് ഉണ്ട്. എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 എന്നാണ്. മോഡുലസ് ഓഫ് എക്സ് 1 ആകണമെങ്കിൽ എക്സിന്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 1 ആകണം. അപ്പോൾ എക്സ് 1 ആകുന്ന സമയത്ത് ഫംഗ്ഷന്റെ വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക്, അല്ലെങ്കിൽ ഈ ഇന്റഗ്രലിന്റെ വാല്യൂ എന്തായിരിക്കും എന്നുള്ള ഫംഗ്ഷൻ വാല്യൂ ഇല്ല. ഫംഗ്ഷന്റെ വാല്യൂ തന്നിട്ടില്ല. എക്സ് 0 ആകുന്ന സമയത്ത്, എക്സ് 1 ആകുന്ന സമയത്തും എക്സ് -1 ആകുന്ന സമയത്തും ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അപ്പോൾ നമുക്ക് ഫംഗ്ഷന്റെ ഡെഫിനിഷനിൽ അത് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ചെയ്യുന്നത് നമ്മൾ, അപ്പോൾ ഈ ഇന്റഗ്രലിന്റെ വാല്യൂ കിട്ടണമെങ്കിൽ
π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നാ, പക്ഷേ എഫ് ഓഫ് എക്സിന് 1ൽ വാല്യൂ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 1ലെ ലെഫ്റ്റ് ലിമിറ്റിന്റെയും റൈറ്റ് ലിമിറ്റിന്റെയും ആവറേജ് എടുക്കും. 1ന്റെ ലെഫ്റ്റിൽ ഫംഗ്ഷന്റെ വാല്യൂ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ, ഫംഗ്ഷന്റെ വാല്യൂ 1ന്റെ ലെഫ്റ്റിൽ 1 ആണ്, 1ന്റെ റൈറ്റ് 0 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ആവറേജ് എടുക്കുമ്പോൾ 1ന്റെ 0യുടെ ആവറേജ് എടുക്കുമ്പോൾ 1/2 എന്നാണ് വരുന്നത്. 1 + 0 ഡിവൈഡഡ് ബൈ 2 1/2 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ 1ലെ വാല്യൂ ആയിട്ട് ഫംഗ്ഷന്റെ വാല്യൂ ആയിട്ട് 1/2 അസ്യൂം ചെയ്യാം. അപ്പോൾ അതിനെ π/2 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇൻറ്റു π/2 ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ ഇൻറ്റു π/2 എന്ന് എടുക്കുമ്പോൾ 1/2 ഇൻറ്റു π/2 π/4 വരും. π/4 വരും. ഈ ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത് π/4 ആകും. ഇതുപോലെ -1ലും -1ന്റെ ലെഫ്റ്റിൽ 0 ആണ്, റൈറ്റിൽ ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ അവരുടെ ആവറേജ് ഇവിടെയും 1/2 വരുന്നത്, ഇവിടെയും ആവറേജ് 1/2 തന്നെയാണ്. അതിനെ π/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് എടുക്കുമ്പോൾ π/4 ആകും. അപ്പോൾ ഇവിടെ നമുക്ക് π/4 കൊണ്ട് ഇട്ട് കൊടുക്കാം. π/4 if mod x equals 1. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഈ ഇന്റഗ്രലിന്റെ കംപ്ലീറ്റ് വാല്യൂ നമുക്ക് എല്ലാ എക്സിലെയും വാല്യൂ നമുക്ക് പറയാം. mod x ലെസ് ദാൻ 1 ആകുമ്പോൾ ഈ ഇന്റഗ്രലിന്റെ വാല്യൂ π/2, mod x ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ 0, mod x ഈക്വൽസ് 1 ആകുമ്പോൾ π/4. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ mod x ഈക്വൽസ് 1ലെ വാല്യൂ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ റൈറ്റ് സൈഡ് മൊത്തം നിങ്ങൾക്ക് എഫ് ഓഫ് എക്സ് എന്ന് എടുത്തുകൊണ്ട് വേണമെങ്കിലും പ്രോബ്ലം ചെയ്യാം. നമ്മൾ ഇതിലത്തെ പ്രോബ്ലം പിന്നീട് ചെയ്യുന്നുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽസ് ഈ പ്രൂവ് ചെയ്യേണ്ടത് എന്തോ അതിനെ എഫ് എക്സ് എന്ന് വിളിച്ചിട്ട് ഫോറിയർ ഇന്റഗ്രൽ വെച്ച് ഈ ഇന്റഗ്രലിനോട് അത് ഈക്വൽ നമുക്ക് കാണിക്കാൻ പറ്റും. ഇതിനെ നമുക്ക് 0 to ഇൻഫിനിറ്റിയിൽ സ്പ്ലിറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ π/2 if 0 less than or equal to x less than 1, π/4 if x equals 1. അതായത് 0 തൊട്ട് വലത്തോട്ടുള്ള ഭാഗം മാത്രം പറയുവാണെങ്കിൽ ഇത് ഹോൾ റിയൽ ലൈനിൽ ഇപ്പോൾ പറഞ്ഞത്. അത് 0യുടെ റൈറ്റിലേക്ക് നമ്മൾ പറയുവാണെങ്കിൽ ഇങ്ങനെ പറയാം. ഈ ഇന്റഗ്രലിന്റെ വാല്യൂ 0യുടെ ലെഫ്റ്റിലും പറയാം, 0യുടെ റൈറ്റിലും പറയാം. ഇപ്പോൾ 0 തൊട്ട് റൈറ്റിലോട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 0 തൊട്ട് റൈറ്റിലേക്ക് പറയുമ്പോൾ ഇതിനൊരു പേരുണ്ട് ഈ ഇന്റഗ്രലിന്. അതുകൊണ്ട് അത് പറയാൻ വേണ്ടിയാണ് ഇതിനെ അറിയപ്പെടുന്നത് ഡിറിക്ലെയ്സ് ഡിസ്കണ്ടിന്യൂസ് ഫാക്ടർ എന്നാണ്. ഡിറിക്ലെയ്സ് ഡിസ്കണ്ടിന്യൂസ് ഫാക്ടർ എന്നാണ് ഇതിനെ ഈ ഇന്റഗ്രലിനെ അറിയപ്പെടുന്നത്. ഈ 0 to ഇൻഫിനിറ്റി നമ്മൾ പറയും 0 തൊട്ട് 1 വരെ, then x equals 1ൽ, then x greater than 1ൽ. ഞാൻ പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന പ്രൂവ് ദാറ്റ് എന്ന്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ഷോ ദാറ്റ് ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി cos xw plus w sin xw whole divided by 1 plus w square dw is equal to ഒരു ഫംഗ്ഷൻ ഇവിടെ വരുന്നത് 0 if x less than 1, π/2 if x equals 1, π e raised to minus x if x greater than 1. ഈ പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ഈ x equals 1ലെ വില ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് x ലെസ് ദാൻ 0യും x ഗ്രേറ്റർ ദാൻ 0യും മതി പ്രോബ്ലം ചെയ്യാൻ. ക്വസ്റ്റിനകത്തിൽ ഈ π/2 തരണമെന്ന് തന്നെ ഇല്ല. അത് തന്നിട്ടില്ലെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന്റെ ആവശ്യമില്ല പ്രോബ്ലം ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ വാല്യൂ തന്നാലും ഇല്ലെങ്കിലും നമ്മൾ അത് നോക്കേണ്ട കാര്യമില്ല. ഒരു പോയിന്റിലെ വാല്യൂ നമുക്ക് ആവശ്യമില്ല ഇത് ചെയ്യാൻ, ഇന്റർവെല്ലിലെ വാല്യൂസ് മതി. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷനെ നിങ്ങൾക്ക് എഫ് എക്സ് എന്ന് വിളിക്കാം. 1ലെ വാല്യൂ കളഞ്ഞ് ബാക്കിയുള്ളതിനെ നിങ്ങൾക്ക് എഫ് എക്സ് എന്ന് വിളിക്കാം. നമ്മൾ എടുക്കേണ്ടത് അങ്ങനെയാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഈ റൈറ്റ് സൈഡിനെ എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കുക. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 if x less than 0 and π e raised to minus x if x greater than 0. x equals 1ലെ വാല്യൂ വേണമെങ്കിൽ എഴുതാം, നിർബന്ധമില്ല. എന്നിട്ട് നമ്മൾ ഇതിന്റെ ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ ആൻസർ ഇത് കിട്ടുന്നതാണ്. നോക്കാം. എഫ് ഓഫ് എക്സ് നമ്മൾ എഴുതി. എഫ് ഓഫ് എക്സ് ഈക്വൽ 0 ലെറ്റ് അങ്ങനെ എടുക്കണം. ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ 0 if x less than 0 and π e raised to minus x if x greater than 0. ഈ ടൈപ്പ് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇങ്ങനെ ചെയ്താൽ മതി. ഫംഗ്ഷൻ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയിൽ ഡിഫൈൻഡ് ആയിരിക്കണം കേട്ടോ. 0 to ഇൻഫിനിറ്റിയിൽ മാത്രം ഡിഫൈൻഡ് ആണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പിന്നീട് പഠിക്കും. ഇത് ഹോൾ റിയൽ ലൈനിൽ ഡിഫൈൻഡ് ആയിരിക്കണം, ചില പോയിന്റുകളിൽ ഒഴിച്ച്. ഇടയ്ക്കിടയ്ക്ക് ചില പോയിന്റുകളിലെ വാല്യൂ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഹോൾ റിയൽ ലൈനിൽ ബാക്കിയുള്ളിടത്ത് ഡിഫൈൻഡ് ആയിരിക്കണം. അങ്ങനെ എഫ് എക്സ് ഇങ്ങനെ എടുക്കുക. എന്താണോ ആ പ്രൂവ് ചെയ്യേണ്ടതിന്റെ റൈറ്റ് സൈഡിൽ വന്നേക്കുന്ന ഫംഗ്ഷൻ അതിനെ എഫ് എക്സ് എന്ന് വിളിക്കുക. ഇനി നമുക്ക് എ ഓഫ് ഡബ്ല്യു കാണാം. എ ഓഫ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇതിന്റെ ഫോറിയർ ഇന്റഗ്രൽ കാണുക. എ ഓഫ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഫോർമുല എന്താണ്? 1/π ഇൻറ്റു ഇന്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഡബ്ല്യു എക്സ് ഇൻറ്റു ഡി എക്സ് ഈക്വൽസ്. നമുക്ക് ഇതിലേക്ക് വില കൊടുക്കാം. വില കൊടുക്കുമ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. എക്സ് ലെസ് ദാൻ 0യും എക്സ് ഗ്രേറ്റർ ദാൻ 0യും വെച്ച് സ്പ്ലിറ്റ് ചെയ്യുക. എക്സ് ലെസ് ദാൻ 0യിലെ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്.
എക്സ് ഗ്രേറ്റർ ദാൻ സീറോയിലെ ഫംഗ്ഷന്റെ വാല്യൂ പൈ ഇ റൈസ് ടു മൈനസ് എക്സ് ആണ്. അപ്പൊ ഇങ്ങോട്ട് സീറോ ആയതുകൊണ്ട് അതങ്ങ് കളയാം, ബാക്കി എടുത്താൽ മതി. 1/π ഇൻറ്റു റൈറ്റിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി സീറോയുടെ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. അവിടെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക, പൈ ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു കോസ് ഡബ്ല്യു എക്സ് ഡി എക്സ്. ആ പൈ പുറത്തേക്ക് എടുക്കാം, അപ്പോൾ പുറത്തുള്ള 1/πയുമായി ക്യാൻസൽ ആകും. ബാക്കി ഇന്റഗ്രൽ 0 ടു പൈ ഇ റൈസ് ടു നെഗറ്റീവ് എക്സ് കോസ് ഡബ്ല്യു എക്സ് ഡി എക്സ്. ഈ എക്സ്പൊണൻഷ്യലും കോസും അല്ലെ എക്സ്പൊണൻഷ്യലും സൈനും വരുമ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഫോർമുല നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്, പല പ്രോബ്ലങ്ങളിലും നമുക്ക് ആവശ്യമാണ്. ഫോർമുല അറിഞ്ഞിരിക്കുക. എന്താണ്? ഇന്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇതിന്റെ ഫോർമുല ഇ റൈസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ഇ റൈസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു a cos bx plus b sin bx plus integrating constant c. ഈ ഫോർമുല കാണാതെ അറിയിക്കണം, സൈനിന്റെയും കോസിന്റെയും ഫോർമുല അറിഞ്ഞിരിക്കണം. ഏത് വേണമെങ്കിലും നമുക്ക് ആവശ്യം വന്നേക്കാം പ്രോബ്ലങ്ങളിൽ. ഇൻഡെഫിനിറ്റ് ആയിട്ട് ഫോർമുല പറഞ്ഞാൽ മതി. ഇന്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് ഡി എക്സ്. എന്താണ് ഫോർമുല? ഇ റൈസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ ഇതേപോലെ തന്നെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ, ഇവിടെ സൈൻ ബി എക്സ് അല്ലേ, സോ എ സൈൻ ബി എക്സ് പ്ലസ് അല്ല മൈനസ് ആ വരുന്നത്, മൈനസ് ബി, ഇവിടെ സൈൻ ബി എക്സ് അല്ലേ, അപ്പൊ മറ്റേ ഫംഗ്ഷൻ കോസ് ബി എക്സ് ആ വരുന്നത്, മൈനസ് ബി കോസ് ബി എക്സ്. ഇതാണ് സൈൻ ഫംഗ്ഷന്റെ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് എന്ന് വന്നാൽ ഇന്റഗ്രൽ. ഈ രണ്ട് ഫോർമുലകൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് എളുപ്പമാണ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു കോസ് ഡബ്ല്യു എക്സ് എന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഫോർമുലയിലേക്ക് എയ്ക്ക് -1ഉം ബിക്ക് ഡബ്ല്യുവും എടുത്ത് വെച്ചുകൊണ്ട് വേണം എഴുതാൻ. അപ്പോൾ ഇ റൈസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നാണ്, -1 സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ ഇൻറ്റു എ എന്നാ തുടങ്ങേണ്ടത്, എയുടെ വാല്യൂ -1 ഇൻറ്റു കോസ്, ഇവിടെ ഉള്ള ഫംഗ്ഷൻ അതുപോലെ അങ്ങ് എഴുതിയാൽ മതി, കോസ് ഡബ്ല്യു എക്സ്, കോസ് ആയതുകൊണ്ട് പ്ലസ് ആണ്, പ്ലസ് ബി, ഇവിടെ ബിയുടെ വാല്യൂ ഡബ്ല്യു ആണ്, ബിയുടെ വാല്യൂ ഡബ്ല്യു ആണ്, ഡബ്ല്യു സൈൻ ഡബ്ല്യു എക്സ്. ഇതിന് ലിമിറ്റ് കൊടുക്കണം 0 ടു പൈ, 0 ടു പൈ അല്ല 0 ടു ഇൻഫിനിറ്റി. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു എക്സിലായിരുന്നു ഇന്റഗ്രേഷൻ. അപ്പോൾ ഇത് മൊത്തത്തിൽ എക്സിന് ഇൻഫിനിറ്റിയും 0 അപ്ലൈ ചെയ്യുക. എക്സിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇവിടെ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് വരില്ലേ, അപ്പോൾ അത് 0 ആയി പോകും. അപ്പോൾ അപ്പർ ലിമിറ്റിലെ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. മൈനസ് ഇനി ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ ഇവിടെ ഇ റൈസ് ടു 0 എന്ന് വരും, അത് 1 ഡിവൈഡഡ് ബൈ 1 സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ, അതായത് 1 പ്ലസ് ഡബ്ല്യു സ്ക്വയർ ഇൻറ്റു ഇതിനകത്തിൽ എക്സിന് 0 കൊടുക്കുമ്പോൾ -1 ഇൻറ്റു കോസ് 0 എന്നാണ് വരുന്നത്, സോ -1 പ്ലസ് ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ സൈൻ 0 ആണ് വരുന്നത് 0. ദിസ് ഈസ് ഈക്വൽ ടു ഇത് രണ്ടോ മൾട്ടിപ്ലൈ ചെയ്താൽ മതി 1/1 പ്ലസ് ഡബ്ല്യു സ്ക്വയർ, -1/1 പ്ലസ് ഡബ്ല്യു സ്ക്വയർ ഇൻറ്റു -1 എന്നാണ് വരുന്നത്, ദാറ്റ് ഈസ് 1/1 പ്ലസ് ഡബ്ല്യു സ്ക്വയർ. ഇതാണ് എ ഓഫ് ഡബ്ല്യുവിന്റെ വാല്യൂ. ഇനി നമുക്ക് ബി ഓഫ് ഡബ്ല്യു കാണാം. ബി ഓഫ് ഡബ്ല്യു ഈക്വൽസ് 1/π ഇൻറ്റു ഇന്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഡബ്ല്യു എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റു ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യാം, -∞ ടു 0യിൽ വാല്യൂ 0 ആയി പോകും, ബാക്കി 0 ടു ഇൻഫിനിറ്റി, അവിടെ എഫ് ഓഫ് എക്സിന് വാല്യൂ ഇട്ട് കൊടുക്കുക, പൈ ഇ റൈസ് ടു മൈനസ് എക്സ് സൈൻ ഡബ്ല്യു എക്സ് ഡി എക്സ് ഈക്വൽസ് പൈ ക്യാൻസൽ ആകും, ബാക്കി ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു നെഗറ്റീവ് എക്സ് സൈൻ ഡബ്ല്യു എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു രണ്ടാമത്തെ ഫോർമുല അപ്ലൈ ചെയ്യുക. ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു സൈൻ വരുമ്പോഴത്തെ ഫോർമുല ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന
അത് -1 സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ, എയുടെ വാല്യൂ -1, ബിയുടെ വാല്യൂ ഡബ്ല്യു ഇൻറ്റു എയുടെ വാല്യൂ -1, എ ഇൻറ്റു ഇവിടെയുള്ള ഫംഗ്ഷൻ സൈൻ ഡബ്ല്യു എക്സ്, സൈൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് മൈനസ് ആണ്, മൈനസ് ബി ഇൻറ്റു ബിയുടെ വാല്യൂ ഡബ്ല്യു ഇൻറ്റു കോസ് ഡബ്ല്യു എക്സ്. കംപ്ലീറ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുക 0 to ഇൻഫിനിറ്റി, എക്സിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുക, ഈക്വൽസ് എക്സിന് ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുമ്പോൾ മുമ്പത്തെ പോലെ ഇവിടെ 0 ആയി പോകും, e റൈസ് ടു -ഇൻഫിനിറ്റി 0 ആയതുകൊണ്ട് 0 ആയി പോകും. സോ അപ്പർ ലിമിറ്റിൽ ഫംഗ്ഷൻ 0 ആണ്, മൈനസ് ഇനി 0 ഇട്ട് കൊടുക്കുമ്പോൾ e റൈസ് ടു 0 1/1 പ്ലസ് ഡബ്ല്യു സ്ക്വയർ ഇൻറ്റു ഇവിടെ സൈൻ 0 വരും, അത് 0 ആയി പോകും, മൈനസ് ഇവിടെ ഡബ്ല്യു ഇൻറ്റു കോസ് 0 എന്നാണ് വരുന്നത്, അത് ഡബ്ല്യു. സോ ദിസ് ഈസ് ഈക്വൽ ടു തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആകും, ഡബ്ല്യു ബൈ 1 ഇൻറ്റു ഡബ്ല്യു ബൈ 1 പ്ലസ് ഡബ്ല്യു സ്ക്വയർ. ഇതാണ് നമ്മളുടെ ബി ഓഫ് ഡബ്ല്യു. ഇനി നമുക്ക് ഫോറിയർ ഇന്റഗ്രൽ എഴുതാം. The Fourier integral is f of x equals ഒറ്റ ഇന്റഗ്രൽ ആയിട്ട് എഴുതിയാൽ മതി, സ്പ്ലിറ്റ് ചെയ്യേണ്ട. ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി a of w cos xw plus p of w sin xw the whole into dw ഈക്വൽസ് നമുക്ക് a of w ന് കിട്ടിയ വാല്യൂ 1/1 പ്ലസ് ഡബ്ല്യു സ്ക്വയർ എന്നായിരുന്നു, അത് കൊടുക്കുക, ഇൻറ്റു കോസ് എക്സ് ഡബ്ല്യു പ്ലസ് ബി ഓഫ് ഡബ്ല്യുവിന് കിട്ടിയ വാല്യൂ ഡബ്ല്യു ബൈ 1 പ്ലസ് ഡബ്ല്യു സ്ക്വയർ ആണ്, ഇൻറ്റു സൈൻ എക്സ് ഡബ്ല്യു ദ ഹോൾ ഇൻറ്റു ഡി ഡബ്ല്യു. നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഈക്വൽസ് ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി, രണ്ടിടത്തും ഡിനോമിനേറ്റർ സെയിം ആണല്ലോ, അപ്പോൾ ഒന്നിച്ചെഴുതാം, ഹോൾ ബൈ എന്ന് എഴുതാം. ഡിനോമിനേറ്റർ 1 പ്ലസ് ഡബ്ല്യു സ്ക്വയർ, ന്യൂമറേറ്റർ ആഡ് ചെയ്ത് എഴുതാം. ഇവിടെ 1 ഇൻറ്റു കോസ് എക്സ് ഡബ്ല്യു പ്ലസ് ഇവിടെ ഡബ്ല്യു ഇൻറ്റു സൈൻ എക്സ് ഡബ്ല്യു സൈൻ എക്സ് ഡബ്ല്യു ഇൻറ്റു ഡി ഡബ്ല്യു. ഇതായിരുന്നു നമുക്ക് ആ ചോദ്യത്തിൽ ലെഫ്റ്റ് സൈഡിൽ വന്നിരുന്ന ഇന്റഗ്രൽ. നമ്മൾ ഇങ്ങനെ ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ കണ്ടുപിടിക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ ലെഫ്റ്റ് സൈഡ് നമുക്ക് കിട്ടും. ഇതായിരുന്നു, കണ്ടോ, ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി കോസ് എക്സ് ഡബ്ല്യു പ്ലസ് ഡബ്ല്യു സൈൻ എക്സ് ഡബ്ല്യു ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഡബ്ല്യു സ്ക്വയർ ഡി ഡബ്ല്യു എന്നായിരുന്നു. അത് ഇതിനോട് ഈക്വൽ എന്നായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്, അതിനെ നമ്മൾ എഫ് എക്സ് എന്ന് വിളിച്ചായിരുന്നു. അപ്പോൾ എഫ് എക്സിനോട് ഈക്വൽ എന്നാണല്ലേ നമുക്ക് ഇന്റഗ്രൽ എപ്പോഴും കിട്ടുന്നത്, എഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്നല്ലേ. ദെയർഫോർ തിരിച്ചെഴുതാം. ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി cos xw plus w sin xw divided by 1 plus w square dw is equal to f of x എന്നായിരുന്നല്ലോ, 0 if x less than 0, pi e raised to minus x if x greater than 0. ഇനി ഇന്റഗ്രലിന്റെ വാല്യൂ എപ്പോഴും നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ്, സ്പ്ലിറ്റിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ് ആണ്, കണ്ടിന്യൂസ് ആണെന്ന് നിർബന്ധമില്ല, ജനറലി ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ് ആണ്. അപ്പോൾ അത് നമ്മൾ ആവറേജ് വെച്ചാണ് നോക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം എടുത്തപ്പോൾ ആ വാല്യൂ എടുക്കാഞ്ഞത്. പക്ഷേ ഇന്റഗ്രലിനോട് ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് തന്നെ വരും, ആ വാല്യൂ തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ 0യുടെ ലെഫ്റ്റിൽ 0 ആണ് ഫംഗ്ഷന്റെ വാല്യൂ, റൈറ്റിൽ പൈ ഇ റൈസ് ടു മൈനസ് എക്സ് ആണ്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് 0യിലെ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ലിമിറ്റ് 0 ആണ്. റൈറ്റ് ലിമിറ്റ് കിട്ടാൻ ഇതിലേക്ക് എക്സിന് 0 കൊടുക്കണം. ഇതിലേക്ക് എക്സിന് നമ്മൾ 0 കൊടുക്കുമ്പോൾ പൈ ഇൻറ്റു ഇ റൈസ് ടു 0 എന്നല്ലേ, അത് പൈ ഇൻറ്റു 1 പൈ എന്നാകും. അപ്പോൾ 0യിലെ ഫംഗ്ഷന്റെ ലെഫ്റ്റ് ലിമിറ്റ് 0 ആണ്, റൈറ്റ് ലിമിറ്റ് പൈ ആണ്. അപ്പോൾ ഇവരുടെ ആവറേജ് അത് കൂട്ടി ഹാഫ് എടുക്കുമ്പോൾ π/2 എന്ന് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഇട്ട് കൊടുക്കേണ്ടത് π/2 എന്ന വാല്യൂ ആണ്.
π/2 if x is equal to 0. അപ്പോൾ x equal 0യിലെ വാല്യൂ ക്വസ്റ്റിന് തന്നിട്ടുണ്ടെങ്കിൽ, കാരണം നിർബന്ധമില്ല, തന്നിട്ടുണ്ടെങ്കിൽ മതി നമ്മളത് കണ്ടുപിടിക്കുന്നത്, അത് തന്നെ കിട്ടും. തീർച്ചയായിട്ടും അങ്ങനെ ആവറേജ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ വാല്യൂ തന്നെ ലഭിക്കുന്നതാണ്. ഇവിടെ തന്നിരിക്കുന്നത് x equals 1ലെ വാല്യൂ തന്നിരിക്കുന്നത് π/2 എന്നാണ്. അത് ലെഫ്റ്റ് ലിമിറ്റിന്റെയും റൈറ്റ് ലിമിറ്റിന്റെയും ആവറേജ് ആണ്. അപ്പോൾ ഇങ്ങനെ -∞ ടു ഇൻഫിനിറ്റിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഒരു ഇന്റഗ്രലിനോട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കുമ്പോൾ ഈ രീതി വേണം ചെയ്യാൻ. ആ ഫംഗ്ഷനെ നമ്മൾ f(x) എന്ന് എടുക്കുക. എടുത്തിട്ട് അതിന്റെ ഫോറിയർ ഇന്റഗ്രൽ കണ്ടുപിടിച്ചാൽ മതി.